ഹലോ, ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമറുമായിട്ട് തുടങ്ങട്ടെ. ഞാൻ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആളാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 2-3 വീഡിയോസ് ഞാൻ ചെയ്തു നോക്കി നിന്നിട്ട്. അപ്പോൾ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ നിൽക്കുമ്പോൾ എൻ്റെ പകുതി മുഖം ഫ്രെയിമിന് പുറത്താണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ 7th month ബോണാണ്. 7ാം മാസം ജനിച്ച ഒരാളായതുകൊണ്ട് ഞാൻ വളരെ ഹ്യൂമറസും വളരെ അധികം തമാശകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മുഖം കുറച്ച് സീരിയസ്, പിന്നെ വലിഞ്ഞും മുറുകിയിരിക്കുന്ന പോലെ തോന്നും. That is all because of this 7th month birth. I cannot do anything on that. അപ്പോൾ അത് എൻ്റെ വ്യൂവേഴ്സുമായിട്ട് ഞാൻ ആദ്യമേ പറയുന്നു എന്ന് മാത്രം. കാരണം ഒരു ഓപ്പൺ മൈൻഡഡ് ഡിസ്കഷൻ ആണ് ഞാൻ ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, കമ്മിങ് ടു ടുഡേയ്സ് പോയിന്റ്. ആദ്യം തന്നെ ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ ടോപ്പിക്കാണ്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ പഠിക്കാം ട്യൂഷൻ ഫീസ് ഇല്ലാതെ. അതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. വിതൗട്ട് പേയിങ് എനി ട്യൂഷൻ ഫീസ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ പോയി പഠിക്കാം. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ജർമ്മനി ഗ്രാറ്റിസ് വിസ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമാവുന്നത് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ്. ഗ്രാറ്റിസ് വിസ സാധാരണയായി 4 കാറ്റഗറീസിലാണ് ഗ്രാറ്റിസ് വിസ ജർമ്മനി ഇഷ്യൂ ചെയ്യുന്നത്. 1, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും. 2, ഡിപ്ലോമാറ്റിക് വിസിറ്റേഴ്സിനും. 3, ചില സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള സിറ്റിസൺസിനും ഗ്രാറ്റിസ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 4-മതായി യുണൈറ്റഡ് നേഷൻസിൻ്റെ ലാസെ പാസെ ഹോൾഡേഴ്സിനും ഗ്രാറ്റിസ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇരു രാജ്യങ്ങളും വളരെ നല്ല അക്കാഡമിക് മൊബിലിറ്റി നേടിയെടുക്കുന്നു. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ദർ ഈസ് എ കൾച്ചറൽ എക്സ്ചേഞ്ച്. അവസാനമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ഗ്രാറ്റിസ് വിസ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഒരു കൊളാബറേറ്റീവ് റിസർച്ച് നടക്കുന്നുണ്ട്. അതും വളരെ പോസിറ്റീവ് സൈനാണ്. ജർമ്മൻ അക്കാഡമിക് എക്സ്ചേഞ്ച് സർവീസസിൻ്റെ 2023-24 കണക്ക് പ്രകാരം ഏകദേശം 49,500 കുട്ടികളാണ് ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിൽ പോയി പഠിച്ചു. ഇത് 2023-24 വർഷത്തെ കണക്കാണ്. ഒരു 15.1% ഇൻക്രീസാണ് ഇത് കാണിക്കുന്നത്. കമ്പയർ ടു ദി പ്രീവിയസ് ഇയർ 15.1% ആണ് ഇൻക്രീസ്. ഏകദേശം 5 കൊല്ലത്തിനുള്ളിൽ 80% ഓഫ് ദി ഇന്ത്യൻ സ്റ്റുഡൻസ് ഹാവ് ഗോൺ ടു ജർമ്മനി ആൻഡ് ദേ ഹാവ് ഡൺ their higher studies in different German universities. നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായി ഞങ്ങൾ ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. We want your support and guidance. It is very important to us. Do subscribe. താഴെ കാണുന്ന ലിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.